ഇടുക്കി ചിന്നക്കനാലാണ് എക്സാക്ട്ലി പറഞ്ഞാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇടുക്കി ചിന്നക്കനാലിലെ RRT പ്രവർത്തിക്കുന്നത്. കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഈ ചിന്നക്കനാൽ ലഭ്യമല്ല എന്നാണ് ഞങ്ങളുടെ കട്ടപ്പന ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് വർദ്ധിച്ചതോടെയാണ് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ചിന്നക്കനാലിൽ പ്രത്യേക RRTയെ നിയോഗിച്ചത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യ വാരത്തോടുകൂടി വനം വകുപ്പിന്റെ തന്നെ പഴയൊരു കെട്ടിടത്തിൽ അത് പ്രവർത്തനവും തുടങ്ങി. പിന്നീട് ഇപ്പോൾ എന്താണ് ആ RRTയുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കാം. ചിന്നക്കനാൽ RRTയിൽ സ്ഥിരമായി ഒരു ജീവനക്കാർ പോലും 4 മാസമായിട്ടുമില്ല. 6 സ്ഥിരം വനം വകുപ്പ് ജീവനക്കാരും ആവശ്യത്തിന് താൽക്കാലിക വാച്ചർമാരെയുമാണ് നിയമിക്കേണ്ടത്. ദേവികുളം റേഞ്ചിലെ വിവിധ സെക്ഷനിൽ നിന്നും വർക്കിംഗ് അറേഞ്ച്മെന്റിൽ നിയമിച്ചിരിക്കുന്ന 4 ജീവനക്കാർ മാത്രമാണ് ചിന്നക്കനാൽ RRTയിലുള്ളത്. പരിചയസമ്പന്നരായ വാച്ചർമാരുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം. ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ഓഫീസ്. രാത്രിയും പകലും ജോലി ചെയ്യുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള ശുചിമുറി പോലും ഇവിടെയില്ല. അനുവദിച്ച വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാനും ഫണ്ടില്ല. ഇതുപോലെ കാട്ടാനയുടെ ഒരു ശല്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇതുപോലെ ഇവരൊരു RRT ടീമിനെ തല്ലിക്കുട്ടി വിട്ടേക്കുന്നതാണ്. ഇതുവരെ അറിയാൻ സാധിച്ച RRT ടീം ഇവിടെ നിലവിൽ പ്രവർത്തനമില്ല. എങ്കിൽ ഫോറസ്റ്റിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് ഒരേ ടീമിനെ തെരഞ്ഞെടുത്ത് ഒരു RRT ടീം എന്നും പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ അവർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു പടക്കം മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശക്തിയുള്ള ഒരു RRTനെ ഇവിടെ വിനിയോഗിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഒരു സ്ഥലത്തിറങ്ങുന്ന കാട്ടാനകളെ ഓടിക്കാൻ മാത്രമാണ് ഇപ്പോഴുള്ള ടീമിന് സാധിക്കുക. മറ്റൊരിടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയാൽ പിന്നെ എന്തു ചെയ്യും? നിസ്സഹായരായി നിൽക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ആനകൾ എവിടെയുണ്ട് എന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി കൃത്യമായി അറിയിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നാട്ടുകാർക്ക് ആശ്വാസകരമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഒരു മാസം കുറഞ്ഞത് 15,000 രൂപയുടെ പടക്കമെങ്കിലും വേണം. ഇതിനുവേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് വനപാലകർക്ക്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.